നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദഗ്രന്ഥം നമുക്ക് തുറക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുവാൻ പോകുക. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എക്സോഡക്സ് ചാപ്റ്റർ 2 verse 23 to 25. ദൈവത്തിന് സ്തോത്രം. ആമി 2-3 വാക്യങ്ങളാണ്. ആ വാക്യത്തിൽ നിന്ന് 3 ആത്മീക സന്ദേശങ്ങൾ കൈമാറിയിട്ട് ആമി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം. ഇനി വായിക്കുമ്പോൾ അവിടെ തൊട്ട് വായിക്കണം. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. മതി. നല്ല വാക്യത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. 3 സന്ദേശങ്ങൾ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. 1, നിലവിളി കേൾക്കുന്ന ദൈവം. 2, നിലവിളി കേട്ട് നിന്നെ ഓർക്കുന്ന ദൈവം. 3, നിലവിളിച്ചവനെ കടാക്ഷിക്കുന്ന ദൈവം. ഈ 3 കാര്യങ്ങൾ അല്പസമയം കൊണ്ട് വിവരിച്ച് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാം, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇസ്രായേൽ മക്കൾ മിസ്രയീം എന്ന അടിമനുഖത്തിൻ്റെ കീഴിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഞാൻ ഈ മെസ്സേജ് തുടങ്ങുമ്പോഴേ ഒരു ആത്മീക ദൂത് പറയാം. പലതരത്തിൽ നാം ബന്ധിക്കപ്പെടാറുണ്ട്. എന്നാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവനെ എന്നും അങ്ങനെ കിടക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിനകത്തു നിന്നൊരു മോചനമുണ്ട്. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങൾ ജീവിതത്തിൽ വീണ് കിടക്കുന്നവരുണ്ടെങ്കിൽ ഒട്ടും നിരാശപ്പെടേണ്ട. ബന്ധിക്കപ്പെടാനൊരു കാലമുണ്ടെങ്കിൽ അത് അഴിയപ്പെടാനും ഒരു കാലമുണ്ട്. സ്തോത്രം. അവിടെ ഇസ്രായേൽ മക്കൾ മിസ്രയീം എന്ന നുഖത്തിൻ്റെ കീഴിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. നിലവിളി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ നിലവിട്ട് വിളിക്കുന്ന നാമിനെയാണ് നിലവിളി എന്ന് പറയുന്നത്. ചിലപ്പം നമ്മൾ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പം അടുത്തിരിക്കുന്ന ആൾക്കാർ എന്തോ വിചാരിക്കുമെന്ന് വിചാരിച്ച് ശാന്തമായി നിലവിളിക്കുന്നവരുണ്ട്. എന്നാൽ ചിലർ ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് നിലവിളിക്കണം. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാകാലത്ത് സ്തോത്രം ഒരു കുരുടനായ മനുഷ്യൻ ഇരുന്നുകൊണ്ട് നിലവിളിക്കുക, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. യേശുവിന് അരികെ നിന്നവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും അവൻ മിണ്ടാതിരുന്നില്ല. അവൻ നിലവിട്ട് വിളിക്കാൻ തുടങ്ങി. ആ വാക്യം വായിച്ചു കേൾപ്പിക്കുന്ന ഇങ്ങനെയാണ്: അവൻ്റെ നിലവിളിക്ക് മുമ്പിൽ ദൈവം നിന്നു. നീ പേടിക്കരുത്. ആ സാഹചര്യത്തിനകത്ത് നിന്നോണ്ട് നീ നിലവിളിക്കണം. നിനക്കൊരു വഴി ദൈവത്തിൽ നിന്ന് തുറന്നു വരും. ആരെയൊക്കെയോ ദൈവാത്മാവ് പറഞ്ഞു, ഇന്നലകളിൽ കിടന്ന അവസ്ഥയിൽ ഇനിയും നീ കിടക്കത്തില്ല. ആ അവസ്ഥ പൊളിച്ച് നീ വെളിയിൽ വരണം. അതിൻ്റെ നിന്റെ നിലവിളിയും പ്രാർത്ഥനയും ആവശ്യമാണ്. നോക്കിക്കേ, ഒരുത്തൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ, എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് എബേസ്. സ്തോത്രം. എബേസിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ലോകത്തിൽ ആർക്കും എബേസിനെ വിടുവിക്കാൻ പറ്റത്തില്ല. പക്ഷെ എബേസിൻ്റെ വിശ്വാസം പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കുമെന്ന. അവരൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ അതിര് നീ ഒന്ന്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, അതിരിനെ ഒതുക്കുവാൻ ശത്രുവിന് കഴിയുമെങ്കിൽ അതിരിനെ വിശാലമാക്കാൻ. ഞാൻ ഈ വചനം പറഞ്ഞൊന്ന് തുടങ്ങട്ടെ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ചോറ, നിലവിളിക്ക് ഉടനെ ഉത്തരവുണ്ടെന്ന് പറ. ചിരിച്ചോണ്ട് പറ, നിലവിളിക്ക് ഉടനെ ഉത്തരവുണ്ട്. ആരും കാണാതൊരു മുറിക്കകത്ത് കയറി ഇന്ന് വാതിലടച്ച് നിലവിളിക്കുമ്പം നീ തന്നെ ഓർക്കും, ഈ നിലവിളി ആരെങ്കിലും കേൾക്കുമോ? പക്ഷെ ദൈവാത്മാവ് നിന്നോട് പറയുക, ആ നിലവിളി കേൾക്കുന്ന 2 കാതുകളുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആസാഫ് ഒരിക്കൽ
77 സങ്കീർത്തന 1 വാക്യം ചമയ്ക്കുമ്പം ആസാഫ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട്, എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. ഒരു ദൈവവൈതലിൻ്റെ ദൈവത്തിന് സ്തോത്രം, ധൈര്യമാണ്. എനിക്ക് നിലവിളിക്കാൻ ഒരു ദൈവസന്നിധി ഉണ്ട്. എൻ്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാ നിലവിളിക്കുന്നറിയാമോ? ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട്, എന്റെ ശബ്ദം നാട്ടുകാർക്ക് നേരെ ഉയരത്തില്ല, എൻ്റെ ശബ്ദം ദൈവസന്നിധിയിൽ ഉയരും. കാരണം എന്താ? ഞാൻ ശബ്ദമുയർത്തി നിലവിളിക്കും. ഇനി എപ്പോഴാ നിലവിളിക്കുന്നെന്ന് യിരെമ്യാവ് വിലാപങ്ങളുടെ പ്രവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വചനം. രാത്രിയിൽ യാമാരത്തിങ്കൽ എഴുന്നേറ്റു നിലവിളിക്ക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ. വിടുതലിന് ഒരിടവും തേടിപ്പോകണ്ട. നീ ഇരിക്കുന്ന ദൈവസന്നിധി രാത്രിയുടെ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റു നിലവിളിക്ക. ഓ ഹല്ലേലൂയ. ഇന്ന് എന്നോട് ദൈവം പറയാ, ചിലരുടെ നിലവിളി ദൈവത്തിന്റെ കാതുകളിൽ എത്തും. രാത്രിയുടെ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. സ്തോത്രം. 30-ാം സങ്കീർത്തനം 2-ാം വാക്യം ദാവീദ് ചമയ്ക്കുമ്പോൾ, ഞാൻ പറഞ്ഞു പോകുന്ന ദൂതിലോട്ട് വരാൻ പോവാ. 30-ാം സങ്കീർത്തനം 2-ാം വാക്യം ദാവീദ് ചമയ്ക്കുമ്പോൾ ദാവീദ് എഴുതി, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ നിലവിളിച്ച സൗഖ്യമാവോ? ദാവീദ് പറയുക, ഞാൻ നിലവിട്ട് ദൈവത്തെ വിളിച്ചു, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. ഇന്നത്തെ നിലവിളി ചിലർക്ക് സൗഖ്യത്തിന് കാരണമാകട്ടെ. ഓ ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാല് മുഴുവൻ ഒരു ദൈവത്തിന് സ്തോത്രം, ഒരു കൊച്ചു വ്രണം വന്നിട്ട് ആ കാല് മുഴുവൻ പുഴുക്കൾ വ്യാപരിച്ചൊരു മനുഷ്യൻ ഒരിക്കൽ ഞാൻ പ്രസംഗിക്കുന്ന വേദിയിൽ എനിക്ക് പ്രസംഗം മെസ്സേജിന് സമയം തരും മുമ്പ് സാക്ഷി പറയാൻ കൊടുത്തു. ആ മനുഷ്യൻ പറഞ്ഞു, 14 ദിവസം ഒരു ആശുപത്രി കിടക്കുക. ഓരോ ദിവസവും നേഴ്സുമാർ വന്ന് പുഴുവിനെ ഒരു കൈ നിറച്ച് പുഴുക്കളെ എടുത്തുകൊണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞ് കാല് മുറിച്ച് കളയണം, കാരണം പുഴു മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നേഴ്സ് വന്ന് പറഞ്ഞ്, എനിക്കിനി പുഴുവിനെ എടുക്കാൻ പറ്റത്തില്ല. വേറൊരു നേഴ്സിനെ കൊടുത്തു. 6 നേഴ്സുമാർ ആ നിലയിലുണ്ട്. 6 നേഴ്സുമാർ മാറി മാറി പുഴുക്കളെ പറക്കുക. ഈ പുള്ളി പറഞ്ഞു, പറക്കിയ പുഴുവിനെ ഒരു ട്രേക്കകത്ത് കാണിക്കും. അപ്പച്ച ഇത്രയും പുഴുവുണ്ട്, അപ്പച്ച ഇത്രയും പുഴുവുണ്ടെന്ന് കാണിക്കും. ദൈവത്തിന് സ്തോത്രം. പുള്ളി പറഞ്ഞു, രാത്രി വേദന അറിയാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ തരും, വേദന അറിയാതിരിക്കാനുള്ള ഗുളിക തരും. ഒരു രാത്രി ഗുളിക കഴിച്ചിട്ട് വേദന കഴിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒന്നും വേദന മാറുന്നില്ല. പുള്ളി പറഞ്ഞ കാല് പൊട്ടിപ്പോകുന്ന വേദന. പുള്ളി എന്നോട് പറഞ്ഞു, അവിടെ സാക്ഷി പറയുക, ആ രാത്രി ഞാനൊരു നിലവിളി ദൈവത്തോട് നിലവിളിച്ചു. ആ ഹോസ്പിറ്റലിൽ കിടുങ്ങി. അറ്റൻഡർ വന്നു പറഞ്ഞു, ശാന്തമായിട്ടിരിക്കണം, അല്ലെ ഹോസ്പിറ്റലിൽ ഇറക്കി വിടും. പുള്ളി അറ്റൻഡറോട് പറഞ്ഞു, നിർത്തിയില്ല നിലവിളി. ആ രാത്രി നിലവിളിച്ചു. പക്ഷേ പിറ്റേന്ന് രാവിലെ തൊട്ട് മുറി ഉണങ്ങാൻ തുടങ്ങി. ഞാനൊരു ദൂത് നിന്നോട് പറയാം, നിന്റെ സൗഖ്യം നിന്റെ മുറിക്കകത്തു നിന്നുള്ള നിലവിളിയാ. ദാവീദ് പറയാം, ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, അവൻ എന്നെ സൗഖ്യമാക്കി. ഓ ഹല്ലേലൂയ. ഒരിക്കലൊരു രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ജീസസ് ഒരു പ്രവാചകൻ ചെന്ന് പ്രവചിച്ചു, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ ചാകാൻ പോവാ. ദൂത് കേട്ടപ്പോൾ ഒരു നിലവിളിച്ച്, കർത്താവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുമ്പിൽ നടന്നത് ഓർക്കണേ. ഈ നിലവിളി ദൈവത്തിന് മുമ്പിലെത്തി. ഞാനൊരു സന്ദേശം നിന്നോട് പറയാം, നിന്റെ സൗഖ്യത്തിനൊരു നിലവിളി മതി. ഓ ജീസസ്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. 118-ാം സങ്കീർത്തനം നിങ്ങൾ ശ്രദ്ധിച്ച് 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. സങ്കീർത്തനക്കാരൻ പറയാ, ഞെരുക്കത്തിൽ ഞാൻ എന്ത് ചെയ്തു? രോഗി നിലവിളിക്കണം, പ്രതിസന്ധി ഉള്ളവൻ നിലവിളിക്കണം, ഞെരുക്കമുള്ളവൻ നിലവിളിക്കണം. എത്ര പേർക്ക് അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ, വിശാലത ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചേ. ഒന്ന് ചിരിച്ചോണ്ട് ചോദിച്ചേ, എന്തോ ആഗ്രഹിക്കുന്നുണ്ട്?
വിശാലത ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിങ്ങൾ നോക്കി, ഏറ്റവും കൂടുതൽ നിലവിളിക്കാൻ പറ്റിയത് സഭായോഗത്തിലല്ല, പേഴ്സണൽ പ്രയറിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ആരാധന വെളിപ്പെടുമ്പോൾ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പം ചിലർ അടുക്ക് നിൽക്കുന്നവരെ ഒന്നും നോക്കാതെ യേശുവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം അവർക്കൊരിക്കലെങ്കിലും നിലവിളിച്ചപ്പോൾ മറുപടി കിട്ടിയ അനുഭവങ്ങളുണ്ട്. ജീസസ്, നിന്റെ ചലിക്കാത്ത പേപ്പർ ദൈവസന്നിധി കൊണ്ടുവച്ച് നിലവിളിക്കണം. നിന്റെ ബ്ലോക്കായ വിഷയം ദൈവസന്നിധി എഴുതി വെച്ച് നിലവിളിക്കണം. എത്ര പേർ ആരോടൊക്കെയോ ദൈവം സംസാരിക്കാം, നിലവിളിക്ക് ഉത്തരവുണ്ട്. 118 സങ്കീർത്തനം, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ഞെരുക്കം വരുമ്പോ എനിക്ക് ഞെരുക്കമാ. ഞാൻ ജോഷി പാസ്റ്ററെ കാണുമ്പം പറയാ, പാസ്റ്റർ എനിക്ക് ഞെരുക്കമാ. റോബിനെ കണ്ടപ്പോൾ ഞാൻ പറയാ, റോബിനെ എനിക്ക് ഞെരുക്കവാ. കെനസിനെ കണ്ടപ്പോൾ ഞാൻ പറയാം, കെനസ എനിക്ക് ഞെരുക്കവാ. അമ്മീ ജോണി പാസ്റ്ററെ കണ്ടപ്പോൾ ഞാൻ പറയാ, ജോണി പാസ്റ്റർ എനിക്ക് ഞെരുക്കവാ. നാട്ടുകാരുടെ മുഴുവൻ നീ ഞെരുക്കമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ നിന്റെ ഞെരുക്കം കൂടത്തേ ഉള്ളൂ. എന്നാൽ ഞെരുക്കത്തിൽ ഇരിക്കുന്നവർ ഒരു സൈലം ഒരിടത്ത് നോക്കി നിലവിളിക്കണം. നിലവിളിച്ചാൽ പറയാം, താമസിയാതെ നിന്റെ ഞെരുക്കം പൊട്ടി നീ ഒരു വിശാലതയിലേക്ക് വരും. ഓ ഹല്ലേലൂയ. അമ്മേ ദൈവത്തിന് സ്തോത്രം. ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുന്നു, ഒരു വിശാലത വെളിപ്പെടുവാൻ പോകുകയാ. ഒരു വിശാലത. ഓക്കെ, ബേർശേബ മരുഭൂമി കടന്നുകൊണ്ട് ഹാഗർ എന്ന് പറയുന്ന ഒരു സ്ത്രീ നിലവിളിക്കുക. അപ്പൊ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, നിലവിളി എന്താണെന്ന് വെളിപ്പെടുത്താനാ. ആരോരുമില്ലാത്ത മരുഭൂമിയിൽ നിലവിളിച്ചാൽ നിലവിളിക്ക് ഉത്തരവ് ഉണ്ടാവുമോ? ഉണ്ട്. നിന്റെ ജീവിതം ബേർശേബ മരുഭൂമി പോലെ ശൂന്യമായി കിടന്നാലും നിന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും നിന്റെ നിലവിളിയെ ശ്രദ്ധിക്കുന്ന കാതുകളുണ്ട്. ഒരാമീൻ വരുന്നില്ല. ഒറ്റപ്പെടലും പ്രതിസന്ധികളും എല്ലാം വെളിപ്പെടുമ്പോ നിരാശപ്പെടരുത്. നിലവിട്ട് ദൈവത്തെ വിളിച്ചോണം. എനിക്ക് ഹാഗറിന്റെ നിലവിളി പഠിക്കുമ്പോൾ എന്നെ തുള്ളിച്ചാടിക്കുന്ന സന്ദേശങ്ങളുണ്ട്. ശ്രദ്ധിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, ഈ ബൈബിള് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കണം, നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. എന്തുവാ? ഒന്ന് പറഞ്ഞേ, നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഒന്ന് പറഞ്ഞേ, നമ്മുടെ ദൈവം. ഒരുത്തൻ പൊട്ടക്കുടിക്കകത്ത് കിടക്കുക, അവനോട് ചോദിച്ചാൽ അവൻ പറയും, എൻ്റെ അവസ്ഥ മോശമാണ്. പക്ഷെ നീ പേടിക്കേണ്ട, അല്പം കഴിയുമ്പോൾ രാജാവിൻ്റെ ഇരിപ്പിടത്തിന് അപ്പുറത്തൊരു കസാര നിനക്കായി ഉണ്ടായി വരും. ഒരാമയും വരുന്നില്ല. കാട്ടിൽ ആടിനെ തീറ്റുന്നവന് ചോയില്, ജന്മം മുഴുവൻ ആടിനെ തീറ്റി മരിക്കത്തേ ഉള്ളൂ. അല്ല, നിനക്ക് വേണ്ടി കൊട്ടാരത്തിലൊരു സിംഹാസനം ഇരിപ്പുണ്ട്. എന്നോട് ദൈവാത്മാ പറയാ, ഈ അവസ്ഥകളൊക്കെ ഉടനെ മാറാൻ പോവുക. നിന്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഇനി ഇച്ചുരുടെ കയറി ഞാൻ ദൂത് പറയാ. എൻ്റെ വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. എന്തുവാ? അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, ദൈവം കരുതുമെന്ന് പറ. ചിരിച്ചോണ്ട് പറ, എന്തുവാ? ദൈവം. ഈ നമുക്കൊരു കുഞ്ഞുണ്ടാവുകയാണേലേ, നമുക്കൊരു കൊച്ചു ജനിക്കുമ്പോൾ, എനിക്ക് 2 പിള്ളേരുണ്ട്. ഈ ജനിക്കുമ്പോൾ നമ്മൾ LICയിലോ ബാങ്കിലോ എവിടെയെങ്കിലും ഒക്കെ വലുതായിട്ടൊന്നും ഇട്ടില്ലേ, എന്തേലും ഒക്കെ സ്വരൂപിക്കും, ഇല്ലയോ? ഇവിടെ എല്ലാവരും കൂടെ എന്നെ നോക്കുന്നു. സ്വരൂപിക്കുവോ? എന്തേലുമൊക്കെ. മണ്ടർകാട് ഒരു 7 സെന്റ്, അതെന്തിനാ? അത് മോളെ കെട്ടിക്കുമ്പോൾ വേണേ കൊടുത്തേച്ച് അവക്ക് വല്ലതും കൊടുക്കാം. കരുതും. എടാ, നീ നിന്റെ കൊച്ചിന്റെ കാര്യത്തിൽ ഇത്രയും കരുതലും നിനക്കുണ്ടേ, നിന്റെ കാര്യത്തിൽ ദൈവത്തിന് എന്തോരു വലിയ. ഹല്ലേലൂയ. ഈ ഒരു പാട്ടുണ്ടല്ലോ, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നത്. ഇതൊത്തിരി പാടിയിട്ട് ഈ കലക്കം വിടത്തില്ല. നമ്മൾ പറയുന്ന ഞങ്ങൾ കരുതിക്കോളാവുന്ന. എടാ, ദൈവം കരുതുന്നത് ശ്രേഷ്ഠമാണ്. ഇനി ഹാഗറിന്റെ ബേർശേബയിലെ യാത്ര അറിയാവുന്നവരോട് ചോദിക്കുക. അവിടെ ഹാഗറിന് ആവശ്യം വെള്ളം. മട്ടൻ ബിരിയാണി വേണ്ട, എന്താ വേണം? വെള്ളം. മട്ടൻ ബിരിയാണി ആണോ? അല്ല. മോറിയാമലെ നിലവിളിക്കുന്ന അബ്രഹാമിന് വേണ്ടത്
വെള്ളമല്ല, ഒരാട്ടിൻകുട്ടിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. മാറയിൽ നിലവിളിക്കുന്ന ജനത്തിനാവശ്യം ദാഹം തീർക്കുന്ന വെള്ളത്തിനത്തെ കയ്പ് മാറ്റിക്കിട്ടണം. ഞാനൊരു ദൂത് നിന്നോട് പറയുക, നിനക്കെന്താണോ ആവശ്യം, ആ ആവശ്യം അറിഞ്ഞ്, നിന്റെ നിലവിളി അറിഞ്ഞ്, ആ ആവശ്യത്തിന്റെ മേൽ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇനി നിങ്ങളൊരു ശകലം കൂടെ ഗഹനമായി ദൂതിലേക്ക് വരണം. അവിടെ എഴുതിയേക്കുന്നത് ദൈവം മരുഭൂമിയിൽ ഉറവ തുറന്നെന്നല്ല, ദൈവം തുറന്ന ഉറവ കാണാൻ അവിടെ കണ്ണു തുറന്നു. അപ്പൊ പറയാം, ഇന്ന മാസം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് നീ കരയുമെന്നറിഞ്ഞ ദൈവം, നീ കരയുന്നതിന് മുമ്പേ, നിലവിളിക്കുന്നതിന് മുമ്പ് നിന്റെ നിലവിളി ഉത്തരം ആ സ്പോട്ടിൽ. ലോർഡ്, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഞാനൊരു വെളിപ്പാട് പറയാം. നിനക്ക് വേണ്ട ചില കാര്യം നീ അവിടെ എത്തുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ നിനക്ക്? വിശ്വസിക്കാൻ പറ്റുമോ നിനക്ക്? നീ വിഷമിക്കുന്ന വിഷയം, നീ സങ്കടം, ലോർഡ് ഞാൻ കഴിഞ്ഞ ദിവസം സാക്ഷി പറഞ്ഞു. ഒരു ഹൗസ് വാമിങ്ങിന് ഞാൻ പോയപ്പോൾ ഒരു പാസ്റ്റർ വീട് പ്രതിഷ്ഠിക്കാൻ പോയാ. അവിടെ ചെന്നപ്പം കുറെ നാൾ മുമ്പാ ആ വീട്ടിലെ ഫർണിച്ചർ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഫർണിച്ചറാ. എന്തോ വെറൈറ്റി ആയിട്ടുള്ള, നമ്മുടെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലത്. സ്തോത്രം. അപ്പൊ ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, ഡെഡിക്കേഷൻ കഴിഞ്ഞപ്പം, പാസ്റ്ററെ ഈ ഫർണിച്ചർ വാങ്ങിച്ച കടയുടെ നമ്പർ തരാ. അപ്പൊ പറഞ്ഞു, പാസ്റ്ററെ ഇതൊന്നും ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല. അയ്യോ, പുള്ളി എന്നോട് പറയുക, ഈ വേദോസ്തവത്തിലൊരു വാക്യമുണ്ട്. ആ വാക്യം, സ്തോത്രം, ഈ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം. പുള്ളി എന്നോട് പറയുക, ദൈവത്തിന് സ്തോത്രം, നീ നിറയ്ക്കാത്ത സകല സമ്പത്ത് കൊണ്ടും നിറച്ച വീട് നിനക്ക് തരാമെന്ന് ഇസ്രായേലിന് കൊടുത്തൊരു വാഗ്ദത്തം. നീ നിറയ്ക്കാത്ത സകല സമ്പത്ത് കൊണ്ടും നിറഞ്ഞിരിക്കുന്ന വീട്. ഒന്നെടുക്കാം, ആവർത്തന പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. സ്തോത്രം, ശ്രദ്ധിക്കണം. നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും. ഞാൻ ചോദിച്ചു, പാസ്റ്റർ അത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതല്ലയോ? അല്ല, അത് എനിക്കൂടെ ഉള്ളതാ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനാ? പുള്ളി പറഞ്ഞു, ഞാൻ വീട് വെക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു ബ്രദർ മലേഷ്യ ബിസിനസ് ചെയ്യാനായിട്ട് പോവാ. അപ്പൊ അവനെ ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. സ്തോത്രം. അവൻ പോകുന്നേരത്ത് പറഞ്ഞ, പാസ്റ്ററെ ഇനിയും പാസ്റ്റർ വീട് പ്രതിഷ്ഠയുടെ അന്നേ ഞാൻ വരത്തുള്ളൂ. സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അവൻ വീടെല്ലാം പൂർത്തിയായപ്പോൾ പാസ്റ്റർ അങ്ങോട്ട് വിളിച്ചു, മോനെ ഹൗസ് വാമിങ് ഇന്ന ഡേറ്റിലാണ് നീ വരണം. അപ്പൊ അവൻ ചോദിച്ചു, ഫർണിച്ചർ വാങ്ങിച്ചോ? ഇല്ല, പാസ്റ്റർ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫർണിച്ചറും ഞാൻ ഇവിടുന്ന് കയറ്റിവിടും. അങ്ങനെ മലേഷ്യ എന്ന് കൊണ്ടുവന്ന ഫർണിച്ചർ ആ വീട് നിറച്ചിരിക്കുക. പുള്ളി എന്നോട് പറയാ, ഹമി ഇതിന്റെ രഹസ്യം ആവർത്തനം 6:11. നമ്മുടെ പുസ്തകത്തിലുണ്ട്, പക്ഷെ നമുക്ക് ഗുണം വരുന്നില്ലല്ലോ, നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് പോട്ടെ. ഞാൻ ഈ ദൂതിലോട്ട് വരിക. അപ്പം ഇന്ന് തൊട്ട് ആരെങ്കിലും ഒക്കെ ഈ വാക്യത്തെ കയറി പിടിക്കും. വേണ്ട, ദൈവത്തിന് സ്തോത്രം, ആ ക്രിക്കറ്റ് കളിക്കിടയ്ക്ക് ആ പെങ്കൊച്ച് ദൈവത്തിന് സ്തോത്രം പുറപ്പാട് 14 പിടിച്ചപ്പോൾ ഇപ്പൊ ലോകം മുഴുവൻ പുറപ്പാട് 14 പുറകെ നടക്കുക. എടാ, അതിനെക്കാട്ടി ഈടുറ്റ സാധനം നിന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. നീ അതിൽ ഒരു വാക്യം നിന്റെ അകത്ത് കത്തിയാൽ ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? ഒരിക്കലും ഒരു മനുഷ്യന് ദൈവത്തിന് സ്തോത്രം എൻ്റെ അടുക്ക വന്ന് സാക്ഷി പറയുക, പാസ്റ്ററെ ദൈവത്തിന് സ്തോത്രം, എനിക്ക് ക്യാൻസർ രോഗം പിടിച്ചു, 4th സ്റ്റേജായി, എന്നെ ഡോക്ടർമാരെല്ലാം തള്ളി. ഞാൻ വീട്ടിൽ വന്ന് ബൈബിള് വായിക്കുക മുട്ടയിരുന്ന്. ബൈബിള് വായിച്ചപ്പോൾ ഒരു വാക്യം കിടക്കും, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി വർണ്ണിക്കും.
പുള്ളി പറയാ, ഉറങ്ങാൻ കടന്നിട്ട് ആ വാക്യം എൻ്റെ കണ്ണിൽ നിന്ന് പോകുന്നില്ല. അർദ്ധരാത്രി എഴുന്നേറ്റ് പറഞ്ഞ് ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന്. ഒരു ആമയും പറഞ്ഞാട്ട് ചുരുക്കി ഞാൻ അങ്ങ് പറയാം. പുള്ളി എന്നോട് പറഞ്ഞ 5.5 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ടെസ്റ്റ് നടത്തി. എന്നെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചു വരുത്തിച്ച് പറഞ്ഞു, നിന്നെ തള്ളിയതാ മെഡിക്കൽ സയൻസ്, പക്ഷെ ഇപ്പോൾ നിന്റെ ശരീരത്തിൽ രോഗമില്ല. ഞാനൊരു ദൂത് നിന്നോട് തുറന്നു പറയാം, നിന്നെ ജീവിപ്പിക്കുന്ന വചനം. എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്നെ രക്ഷപ്പെടുത്തുന്ന വചനമായത്. ഹല്ലേലൂയ. ചുരുട ഗഹനമായി നമുക്ക് ദൂതിലോട്ട് വരാം. ഇന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, ഈ വചനം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, നിനക്കെന്താവശ്യമുണ്ടോ അത് നീ ആഗ്രഹിക്കും മുമ്പ് നിനക്ക് വേണ്ട സ്പോട്ടിൽ ദൈവം കരുതി വെച്ച്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. യേശുവിൻ്റെ നാമത്തില് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവത്തിന്റെ ചില പദ്ധതി ഇവിടെ ദൂത് കേൾക്കുന്ന ചിലരോട് ആവർത്തനം 6:11 നിന്റെ അകത്ത് വർക്ക് ചെയ്യട്ടെ. പുറപ്പാട് 14:14 നിന്റെ അകത്ത് വർക്ക് ചെയ്യട്ടെ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, വചനം അത്ഭുതമാകട്ടെ. നമുക്ക് അല്പം കൂടെ ഗഹനമായിട്ട് ഈ ദൂതിലേക്ക് വരാം. സ്തോത്രം. നോക്കിയേ, ആരും കേൾക്കാതെ നിലവിളിച്ചാൽ അത്ഭുതം നടക്കുവോ? നടക്കും. വചനം ഉറപ്പിക്കുക. നിങ്ങൾക്കറിയാമോ, ഈ ഇസ്രായേൽ മക്കളുടെ നിലവിളിയുടെ പിമ്പിലാണ് ദൈവം ഒരു മോശ ജനിപ്പിച്ചത്. എന്തിനാ? ഈ ജനത്തിന് വിടുതൽ കൊടുക്കാൻ. ഒരു ദൂത് പറയാം, നീ ഒരു കാര്യത്തിന് നിലവിളിക്കാൻ തുടങ്ങുമ്പം നിനക്ക് ആ വിഷയത്തിന്റെ സൊല്യൂഷൻ ഉണ്ടായി വരും, പരിഹാരം ഉണ്ടായി വരും. ഇവിടെ വന്നത് പ്രസംഗം കേൾക്കാനല്ല, നിലവിളിക്കാനാ. ഹല്ലേലൂയ. എനിക്കുണ്ടായൊരു അനുഭവം പറയാം. എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങളൊരു വിശ്വാസമൊക്കെ പറഞ്ഞ് കെസിയായെ പഠിക്കാനായിട്ട് ഓസ്ട്രേലിയ വിട്ടു. നമുക്ക് ആദ്യം ഇങ്ങനെ ബാങ്ക് ലോണ് തരും, പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മൾ വിടുന്നേ. വിട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, സ്തോത്രം, ഹല്ലേലൂയ, ഒരു സഹായം കിട്ടത്തില്ലെന്ന്. അത് എൻ്റെ മാത്രം അനുഭവമല്ല, ഇവിടെ പഠിക്കാൻ വിടുന്ന എല്ലാവരുടെയും അനുഭവമാണ്. കർത്താവിന് സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട ദിവസമായി. അപ്പം അവിടുന്ന് ഞങ്ങൾക്ക് ഫോൺ കോൾ വന്നു, ഇനി 3 ദിവസം കഴിയുമ്പോൾ എന്തോ ചെയ്യണം. പൈസ ഇല്ലേലും ഭയങ്കര വിശ്വാസമാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പം ട്രിവാൻഡ്രത്ത് നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. നമ്മുടെ ചർച്ചിൽ വരുന്ന ഒരു ആൻറ്റിയാണ്. ആൻറ്റി എന്നെ ഫോൺ വിളിച്ചെടുത്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ലിനി ആൻറ്റി ഫ്രീ ആണോ? ഞാൻ ചോദിച്ചു, അതെന്നാ? ട്രിവാൻഡ്രം വരെ ഒന്ന് വിടാമോ? ഞാൻ ചോദിച്ചു, അതെന്നാ? അതെൻ്റെ വിൽക്കാതെ കിടന്നൊരു പ്രോപ്പർട്ടി വിറ്റു. പാസ്റ്റർക്ക് എന്തോ ഒരു പേഴ്സണൽ ആവശ്യമുണ്ടെന്ന് ദൈവം എന്നോട് പറയുന്നു. ജീസസ്. ആ വീട്ടിൽ നിന്ന് പൈസ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ പിന്നെ ഇറങ്ങാൻ പാടാ. അതുകൊണ്ട് സ്തോത്രം, രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്തോട്ടൊന്ന് വന്നാൽ ഞാൻ ആൻറ്റിയുടെ പൈസ കൊടുത്തു വിടാം. ലിനി അവിടെ ചെന്നു. അവര് ലിനിയുടെ പൈസ കൊടുത്തു. എത്ര രൂപ ഫീസിന് വേണോ ആ രൂപ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 1 രൂപ കൂടുതലുമില്ല, 1 രൂപ കുറവുമില്ല. അവൻ ആ ചർച്ചിൽ 7 വർഷമായി വരിക. 7 വർഷത്തിനിടയ്ക്ക് 1 രൂപ നോട്ട് എനിക്ക് തന്നിട്ടില്ല, പിന്നെ ഇന്ന് വരെയും തന്നിട്ടുമില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഞാനിവിടെ എന്താ പറയാൻ പോകുന്നത്? എനിക്ക് വ്യക്തിയല്ല വിഷയം. വ്യക്തി ബന്ധത്തെക്കാൾ വലിയ ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ആരെങ്കിലും ഒരാളൊരു നന്മ തന്നു, എന്നാൽ പിന്നെ അവൻ്റെ നമ്പർ വാങ്ങിച്ച് പുറകെ മെസ്സേജ് അയച്ചുകൊണ്ട് നടക്കണ്ട. ഏലിയാവിന് ആദ്യം അപ്പം കൊടുത്തേ. കുറച്ചു നേരം കഴിയുമ്പോൾ സെറ്റ് സാരി ചുട്ട് ആൻറ്റി കൊടുത്തപ്പം. ഇച്ചൂടെ കഴിയുമ്പോൾ ദൂതം കൊടുത്തപ്പം. നിനക്ക് അപ്പം കിട്ടിയാൽ പോരാ, അത് കാക്ക തന്നെ വേണമെന്ന് എന്തിനാ ശടിക്കുന്നേ? മേലത്തെതിരെ പാപ്പച്ചാൻ തന്നെ നരണമെന്ന് നീ എന്തിനാ വാശി പിടിക്കുന്നേ? സപ്ലൈ നിന്റെ ഇടപാട് മേളുമായിട്ടാ. ആര് നിന്നെ തോപ്പിച്ചാലും ഞാനിൽ ഇനിയും കൂടെ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയിട്ട് ആ ചർച്ചിൽ ഒരു രാത്രി കുറെ വർഷം മുമ്പിലാ സഭയിൽ കിടന്നുറങ്ങുക. ചർച്ചിൻ്റെ പാഴ്സണേജ് കിടക്കാൻ സൗകര്യമില്ല, ചർച്ചിൻ്റെ സ്റ്റേജ് ഞങ്ങൾ കിടന്നുറങ്ങുക. ഞങ്ങൾക്ക് 2 കമ്പിളിയൊക്കെ തന്നുറങ്ങാനായിട്ട്.
അപ്പൊ ഞങ്ങൾ കിടന്നുറങ്ങിയ രാത്രിയിൽ അവരുടെ പാസ്റ്ററും വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഉറങ്ങുന്നതിന് മുമ്പ് പാസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് പമ്പയാറാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു 6ന്റെ കരയ്ക്കാണ് ഈ ചർച്ച്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഞാനിവിടെ സഭാചാർജിന് വന്നപ്പോൾ ഇത് നിങ്ങൾ ചൊവ്വെന്ന് കേൾക്കണം, ആ ചർച്ചിനകത്ത് 2 ചേരിയായിട്ട് വഴക്ക് നടക്കുക. ഈ വിശ്വാസികളോട് ഞാൻ പറയാം, മാനസാന്തരപ്പെട്ട വഴക്കുണ്ടാക്കാൻ നടക്കരുത്. കർത്താവിന് സ്തോത്രം. അതിൻ്റെ കാരണം എന്താ? മാനസാന്തരപ്പെട്ടവൻ വഴക്കുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ 2 ചേരിയായിട്ട് തിരിഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു കർത്താവിന് സ്തോത്രം, മറ്റേ കൂട്ടരെ സഹകരിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രശ്നമായി. അവസാനം 2 കൂട്ടരും കൂടെ കയറി പറഞ്ഞു, പാസ്റ്ററെ ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ല. 2 കൂട്ടരും തീരുമാനിച്ചു പാസ്റ്റർക്ക് ഇനി ദശാംശം കൊടുക്കത്തില്ലെന്ന്. പാസ്റ്റർ ഭാര്യ വീട് അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിയ സ്തോത്രം. അവർക്ക് ദൈവത്തിന് സ്തോത്രം ഇഷ്ടം പോലെ ഈ പുളിയുണ്ട്, പുളിമരങ്ങളുള്ള ഒരു ആൻറ്റിയ. എല്ലാ വർഷവും മോക്ക് ഒരു 10 കിലോ പുളി കൊണ്ടു കൊടുക്കും, മീൻ കറി വെക്കുന്ന പുളി. പിന്നെ അവരുടെ അപ്പുറത്താണ്, തൊട്ടപ്പുറത്ത് അവരുടെ കസിന് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും വിൽക്കുന്ന ഒരു പൊടിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവരനിയത്തിക്ക് കൂടെ മുളക് പൊടി കൊടുക്കും. എന്നും അവിടെ മുളക് പൊടി ഉപയോഗമില്ലാത്തതുകൊണ്ട് മോക്ക് ഈ പുള്ളിക്കാരത്തി അങ്ങനെ ഇരിക്കുമ്പോൾ 3-4 കിലോ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൊടുക്കും. തലേന്ന് രാത്രി, ശനിയാഴ്ച രാത്രി ഫുഡ് മുഴുവൻ കഴിഞ്ഞു. ഞായറാഴ്ച വെളുപ്പാങ്കാലമായപ്പം പാസ്റ്റർ പല്ല് തേച്ചോണ്ട് ആറ്റുപട്ടയ്ക്ക് നിൽക്കുമ്പം മുമ്പിൽ ഒരു കലക്കം. മോനോട് പറഞ്ഞൊരു വാക്കത്തി ഇങ്ങെടുക്കടാന്ന് പറഞ്ഞു. അങ്ങോട്ടിറങ്ങി വെള്ളത്തിനകത്ത് വെട്ടി ചോര പൊങ്ങി 10-22 വമ്പൻ മീനുകൾ ഓരോന്നിനെ കരയ്ക്കോട്ട് പറക്കിയിട്ടു. ഭാര്യയോട് പറഞ്ഞു, ഉള്ള വെളിച്ചെണ്ണ, ഉള്ള പുള്ളിയും ഉള്ള ഇതുമൊക്കെ വെച്ച് മീൻകറി വെക്കാൻ പറഞ്ഞു. അയലോക്കത്തെ വീടുകളിലും കയറി ചട്ടികൾ വാങ്ങിക്കൊണ്ട് വന്ന് സ്തോത്രം എല്ലാത്തിനും അങ്ങോട്ട് മീൻകറി വെച്ചു. കർത്താവിന്റെ സ്തോത്രം. ഒരു മീനെ കണ്ടിക്കാതെ ഫ്രീസറിനകത്ത് തള്ളിക്കയറ്റി വെച്ചു. ദൈവത്തിന്റെ സ്തോത്രം, വെള്ളത്തിലിട്ട് വെച്ചു. സ്തോത്രം. ഫ്രീസറിലല്ല, വെള്ളത്തിലിട്ട് വെച്ചു. ഒരു ചരുവത്തിലെ വെള്ളത്തിലോട്ട്. സഭായോഗത്തിൽ തുടങ്ങിയ പാസ്റ്റർ സങ്കീർത്തനം വായിച്ച് അങ്ങ് നിർത്തിവെച്ച് ചോദിച്ചു, മുമ്പിൽ ഇരുന്ന് അച്ഛനോട് ചോദിച്ചു, ഈ 6ന്റെ പട്ടയ്ക്ക് എത്ര വർഷം കൊണ്ട് ജീവിക്കുവാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് 40 വർഷം കൊണ്ട് ജീവിക്കുക. ഓരോരുത്തരോടും ചോദിച്ചു, 100 പേർക്ക് താഴെ ഉള്ളൂ. അവരെല്ലാം 40-30 മോനോട് പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. 2 പിള്ളേർ തോളയിൽ എടുത്തു വെച്ചോണ്ടൊരു മീൻ ടേബിളിൽ കൊണ്ടുവച്ചു. ഇത്രയും വലിയ മീൻ ഈ ആറ്റിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞു. ഇന്നലെ ഇത്ര 22 എണ്ണമായി എൻ്റെ മുമ്പിൽ വന്ന് വീണത്. പോകാൻ നേരത്തെ എല്ലാവരും ഓരോ ചട്ടി മീൻകറി കൊണ്ടുപോക്കണം. അന്ന് ആ സഭയുടെ പ്രശ്നം തീർന്നു. ഒരു വഴി അടഞ്ഞ ആറ്റിക്കൂടെ മീനെ വരുത്തി. ഞാൻ ദൂതിലോട്ട് വരിക. ഇന്ന് പകൽ നിന്റെ നിലവിളി എന്താണോ, ആ നിലവിളി അറിഞ്ഞ്, ആ നിലവിളി കൃപ 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 കൃപ. ഇതിനകത്ത് എന്തോ വലിയ കാര്യങ്ങൾ സംഭവിക്കുക. മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവം ചെയ്യുക. നീ വിചാരിക്കാത്ത വഴികൾ ഓപ്പൺ ആവുക. ദൈവം കരുതുമെന്ന് വിശ്വസിച്ചോ. ഞാന് ഒരു ചോദ്യം ചോദിക്കട്ടെ. എനിക്കൊന്ന്, ഞാനിവിടെ വീട് വെച്ചിട്ട് ഏകദേശം ഒരു 10 വർഷത്തില് 9-10 വർഷമായി. നിങ്ങൾ ശ്രദ്ധിക്കണം, 10 വർഷം മുമ്പ് ഞാനിവിടെ വീട് വെക്കെന്ന് ഒരിക്കൽ പോലും ഓർത്തിട്ടില്ല. ഞാൻ ഓർത്തില്ലെന്ന് കരുതി എനിക്കൊരു വീട് ഇവിടെ ഇല്ലെന്നാണോ? അല്ല, ദൈവത്തിന്റെ മനസ്സിലതുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞാൻ ഓർക്കാത്ത ഒത്തിരി കാര്യം എനിക്ക് ചെയ്തെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് ഞാൻ എൻ്റെ കാര്യം പേരെടുത്ത് പറയുന്നതിന്റെ കാര്യം പറയാം. അവൻ നിനക്ക് വേണ്ടി കരുതിക്കൊണ്ടിരിക്കുക. ഈ പ്രാവശ്യം ജോഷി പാസ്റ്റർ പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് തന്ന ദൂത് കേട്ടോ. ദൈവം ഒരുക്കിയേക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ഞാനൊരു ദൂത് പറയാം, നിനക്കൊരു അനുഭവം ഉണ്ടാകാൻ പോവുക. ജീസസ് നിന്റെ ആവശ്യം അറിഞ്ഞ് നീ നിലവിളിക്കുന്ന ഇടത്ത് നോക്കിയാ കാണുന്ന ദൂരത്തിൽ ഹാഗറിനോട് ദൈവം പറഞ്ഞു, ഹാഗറെ, അടുത്ത 30 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകുമ്പോ നിന്റെ കൊച്ചിന്റെ ദാഹം തീർക്കാൻ ഒരു ഉറവയുണ്ടെന്നല്ല പറഞ്ഞത്, നീ കണ്ണു തുറന്നാൽ കാണാവുന്നതിനടുത്ത്. ഒരു ദൂത് പറയാം, നിന്റെ വിടുതൽ അകലെയല്ല. മനസ്സിലായി വരുന്നുണ്ടോ? നിന്നോട് അടുത്ത് നിപ്പണ്ട മറുപടി, നിന്നോട് അടുത്ത് നിപ്പണ്ട മറുപടി. നീ 23-ാം തീയതി നിലവിളിക്കുന്ന വിഷയത്തിന്റെ മറുപടി. ഓ
എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റും? ഓ അമ്മ, അല്പനേരം ദൈവത്തെ സ്തുതിച്ച് നിന്റെ നിലവിളിയുടെ ഉത്തരം നിന്നെ ജനിപ്പിച്ച അപ്പൻ അറിയാതെ, അമ്മ അറിയാതെ, സഹോദരങ്ങൾ അറിയാതെ, നിന്റെ ആഗ്രഹം അറിഞ്ഞ് നിന്റെ അടുക്കൽ, നിന്റെ കുടുംബത്തിൽ ആരെയും നടത്തുന്ന പോലെ അല്ല നിന്നെ നടത്തുന്നേ, വേറെ ആരെയും നടത്തുന്ന പോലെ അല്ല നിന്നെ നടത്തുന്നേ. നീ ഒരു വ്യത്യസ്തനാണ്. കൃപ കൃപ കൃപ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുക, ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക. ജനിപ്പിച്ച അപ്പൻ കരുതുന്നതിനേക്കാൾ, ജനിപ്പിച്ച അമ്മ കരുതുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയത് നിനക്ക് വേണ്ടി യേശു. ഞാൻ ആ ഭാഗത്തൂടെ പോയപ്പോ ഞാൻ ധ്യാനിച്ചോണ്ടിരുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റു. പിന്നെ ഞാൻ കസേരയിൽ ഇരുന്നിട്ടില്ല, നടന്നാ ധ്യാനിച്ചോണ്ടിരിക്കുന്നേ, നടന്ന് ധ്യാനിച്ചോണ്ടിരിക്കുക. കാരണം എന്നോട് കർത്താവ് പറഞ്ഞു, കണ്ണെത്താവുന്ന ദൂരത്ത് നിന്നെ ഏറെ കുഴപ്പിച്ച വിഷയം, നിന്നെ ഏറെ നിലവിളിപ്പിച്ച വിഷയം, നിന്നെ ഏറെ കരയിപ്പിച്ച വിഷയം നിന്റെ കണ്ണെത്താവുന്ന ദൂരത്ത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ആര് തന്നാലും അളന്നേ തരും. ആര് തന്നാലും, സ്വന്തപ്പെട്ടവർ തന്നാലും, നമ്മൾ ചർച്ചിൽ പൈസ കൊടുത്താലും റെസിപ്റ്റ് വാങ്ങിക്കും. ഞാൻ വാങ്ങിക്കുന്നതിന് എതിര് പറയുമല്ല, കാരണം നമ്മൾ കൊടുക്കുന്നതിന് കണക്കുണ്ട്, നമ്മൾ മനുഷ്യരാ. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത പറയാം, അവന് തന്നാൽ കണക്കില്ല. നീ തിരിഞ്ഞു നോക്കിയ, ഇന്ന് വരെ ലൈഫിൽ കണക്ക് വെച്ച് തന്നിട്ടുണ്ടോ? കണക്കില്ലാതെ തരുന്നേ അവൻ, കണക്കില്ലാതെ. നോക്കിയേ, ദൈവം അവക്ക് കൊടുക്കുക. അബ്രഹാം വിശ്വാസികളുടെ പിതാവാ. ഇങ്ങോട്ട് നോക്കിയേ, എന്നെ നോക്കിയേ. അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന അഭ്യാസികൾ എത്ര ഉണ്ട്? 318 പേർക്ക് അമ്മി പോറ്റുന്ന കൂട്ടത്തിൽ അപ്പുറത്തൊരു കൊച്ചു ഷെഡിനകത്തോട്ട് ഇവളെയും കൊച്ചിനെയും കൂടെ പോറ്റരുതായിരുന്നു. അല്ല, നിന്നെ ഇറക്കി വിട്ടത് എന്തിനാ? അബ്രഹാമിന് കൊടുക്കുന്നത് ഞാനാ, നിനക്കും തരുന്നത് ഞാനാന്ന് കാണിക്കാനാ. ഒരാമി, അവൻ ആർക്കും കടക്കാരനല്ല. ഇന്ന് ദൂത് പറയുന്ന ചിലരോട് ആത്മാവ് പറയുക, അനിപ്പാഷക്ക് മാത്രമല്ല തരുന്നത്, നിനക്കും തരും. നിനക്ക് മാത്രമല്ല തരുന്നത്, എനിക്കും തരും. എത്ര പേർക്കത് വിശ്വാസമുണ്ട്? അതുകൊണ്ടാ പറഞ്ഞ, സമ്പത്തിന്റെ പുറകെ നടക്കല്ലേ, യേശുവിന്റെ പുറകെ നടക്കണം. ഒരു പാട്ടുണ്ടല്ലോ, എന്റെ സമ്പത്ത് ഒന്ന് ചൊല്ലുവാൻ. അടുത്ത ലൈൻ പറയോ? യേശു മാത്രം പാടാൻ പറ്റുമോ? എന്നാ പിന്നെ, എന്റെ സമ്പത്ത് ഒന്ന് ചൊല്ലുവാൻ യേശു മാത്രം. എത്ര പേര് പറയും? നിന്റെ ആ വീടൊക്കെ ഒന്ന് മറന്നേ, അവൻ നിന്റെ സമ്പത്താകണം. എത്ര പേര് വിശ്വസിക്കും? അവൻ നിന്റെ സമ്പത്താകണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 2 ലൈനേ പാടത്തുള്ളൂ, സമയമില്ല, എന്നാലും കൊതി കൊണ്ട് പാടുന്ന ജീസസ്. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു സമ്പത്താന്ന് പറയുന്നവരെ 2 കൈ ഉയർത്തിപ്പിടിച്ച് ഒന്നുകൂടെ പാടാൻ പോവാ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്താവൻ വാനലോകമതിൽ ചെന്നു. ചാവിനെ വന്നുയർത്താവൻ വാനലോകമതിൽ ചെന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ശ്രദ്ധിച്ചേ, അപ്പൊ ഓരോ ദൈവമക്കളും പറയണം, എന്റെ സമ്പത്ത് ആരാണ്?
യേശുവാണ്. ഒന്ന് പറഞ്ഞ എന്റെ സമ്പത്ത് യേശുവാന്ന് പറ. തീരെ ശബ്ദം ഇല്ലല്ലോ. ഒന്ന് പറഞ്ഞ എന്റെ സമ്പത്ത്, ഒറ്റ ശബ്ദത്തിൽ എന്റെ സമ്പത്ത്. ലൈവിലുള്ള ഇരിക്കുന്നവര് പറഞ്ഞ എന്റെ സമ്പത്ത്. ഞങ്ങൾ സമ്പത്തിന്റെ പുറകെ നടക്കുവല്ല, ഞങ്ങൾക്ക് സമ്പത്തിന്റെ ഉടമസ്ഥനാ ഞങ്ങളുടെ സമ്പത്ത്. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ ഇനി ആ ദൂതിലോട്ട് വരട്ടെ. നോക്കിയേ, കണ്ണെത്താവുന്ന ദൂരത്തിൽ അവൾ എന്ത് കരഞ്ഞോ, എന്താഗ്രഹിച്ചോ അത് കുടിക്കാനും കുളിക്കാനും കോരിക്കൊണ്ടുപോകാനും വേണ്ടുവോളം കൊടുത്തു. നിങ്ങൾക്കറിയാമോ, അനിപ്പാസ്റ്റർ ഇന്ന് ദൂത് പറയുമ്പോഴും അന്ന് തുറന്ന ഉറവ ഇന്ന് വരെ വറ്റിയിട്ടില്ല. ഒരാമയും പറയണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ചിലര് നിന്റെ ഉറവ അടച്ചെങ്കിൽ പേടിക്കണ്ട, ആമി ദൈവം തുറന്നിട്ടാൽ ആരും. ഇനി ഞാൻ ദൂതിലോട്ട് വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമി ദൈവത്തിന് സ്തോത്രം. ലേഹി കിടന്നുകൊണ്ട് ഒരു ശിംശോൻ നിലവിളിക്കുന്ന ചരിത്രമുണ്ട്. ആ നിലവിളി എന്നാന്നറിയോ? അപ്പൊ ലേഹി കിടന്നതിന് നിലവിളിക്കുക, കർത്താവേ ഞാൻ ദാഹം കൊണ്ട് മരിക്കാതിരിക്കേണ്ടതിന് സ്തോത്രം എനിക്കൊരു ഉറവ തരണേ. ആ ഉറവ അവൻ പറഞ്ഞപ്പം ഉറവ നേരത്തെ ഉണ്ടായില്ല. അവന്റെ നിലവിളി കേട്ട് ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. ഒരു ദൂത് പറയാം, തമ്പുരാൻ നിന്നെ തരാൻ തീരുമാനിച്ചാൽ പിളരാത്തടത്ത് ചിലത് പിളരും. ഓ ആമീൻ പറഞ്ഞാട്ട് ഞാൻ ആ ഭാഗം പറഞ്ഞ് നിർത്തുക. ഇനിയും പ്രധാനമായ ഒരു ഭാഗം കൂടെ ഉണ്ട്. സ്വതന്ത്രം ലേഹിയിൽ ഉറവ പിളർന്ന കാര്യമൊക്കെ 4 മണിക്കൂർ പ്രസംഗിക്കാം. ആമീൻ, ഞാൻ അതൊന്നും പ്രസംഗിക്കുന്നില്ല. അടുത്ത വാക്യം കൂടെ, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ല. അടുത്തത് വേഗത്തിൽ. ഒന്ന് പറഞ്ഞ എന്തുവാ? വേഗത്തിൽ. ഈ ദിവസങ്ങളിൽ വേഗത്തിൽ നിലവിളിയുടെ മറുപടി ഉണ്ടാകുക. ഇനി ഞാൻ പറയാൻ പോകുന്ന ദൂതിലോട്ട് വരിക. അപ്പൊ ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ടിട്ട് ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത നിയമം ഓർത്തു. ദൂതി ഞാൻ തുടങ്ങുക. ജീസസ് നിലവിളി കേട്ട് നിലവിളിക്കുന്നവനെ ഓർക്കുന്ന ദൈവം. ഈ നമ്മൾ മനസ്സിൽ പറയാം, ചിലരൊക്കെ നമ്മളെ ഒന്ന് ഓർത്തായിരുന്നെങ്കിൽ. നമ്മുടെ ബന്ധത്തിൽ ആരെങ്കിലുമൊക്കെ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഷാർജയിൽ സ്വന്തമായിട്ട് കമ്പനി നടത്തുന്ന ഒരു ബ്രദർ, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ എന്നെ കാണാൻ വന്നേച്ച് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മോന് ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? എൻ്റെ മോന് ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? സ്തോത്രം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമല്ലോ. എൻ്റെ ബ്രദറിന് ഷാർജയിൽ ഒരു കമ്പനിയുണ്ട്, അതിനകത്ത് 148 ജോലിക്കാരുണ്ട്. അവനൊന്ന് ഓർത്തായിരുന്നെങ്കിൽ എൻ്റെ മോനെ കൂടെ കൊണ്ടുപോയി ഒരു ജോലി കൊടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ മകൻ ആ കമ്പനിയിലെ ജോലിക്കാരനാ. 2.5 ലക്ഷം രൂപ ശമ്പളമുണ്ട് പാസ്റ്ററെ. എൻ്റെ മോനെ ഒന്ന് ഓർത്തായിരുന്നെങ്കിൽ, ഭർത്താവിന് സ്തോത്രം, ആമേ, ഒന്ന് കൊണ്ടുപോയേനെ. എന്നിട്ട് ആൻറ്റി പറയുക, ഞാൻ ഇന്ന് വരെ അവൻ ഓർക്കാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ദൈവം ഓർക്കാനേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. സ്തോത്രം. ഞാൻ പറഞ്ഞ ആൻറ്റി, എന്നാൽ നിങ്ങൾ പറഞ്ഞ ആ വാക്ക് പോലെ ഭവിക്കട്ടെ, ദൈവം നിന്റെ കൊച്ചിനെ ഓർക്കട്ടെ. ആ മോനൊരു ജോലി കിട്ടി. സ്തോത്രം. ജോലി കിട്ടിയത് എറണാകുളത്താണ്. സ്തോത്രം. എറണാകുളത്ത് ജോലി കിട്ടിയപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ മോനൊരു ജോലി കിട്ടി പാസ്റ്ററെ, പക്ഷെ അത് ഷാർജയിലല്ല, എറണാകുളത്താണ്. ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഈ ഷാർജയും എറണാകുളവും കോട്ടയോ എല്ലാം ദൈവത്തിന് ഒരുപോലെ ഉള്ളൂ. നമുക്കായി ഷാർജ വലുതും അമേരിക്ക വലുതുമായിട്ട് നമ്മളാരും മിണ്ടുന്നില്ലല്ലോ. എടാ, നിന്നെ ഇസഹാക്കിനോട് പറഞ്ഞടാ, നീ വേറെ എങ്ങും പോകണ്ട, നിന്നെ ഇവിടെ വെച്ച് ഈ അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അനുഗ്രഹിച്ചു തരാം. ഈ രാജാവിന്റെ മുമ്പിൽ വെച്ച് തന്നെ. ദൈവത്തിന് ചില വാശിയൊക്കെ ഉണ്ട് നിന്റെ കാര്യത്തില്. ശരിക്കും പറയാം, സ്വതന്ത്രം. അവിടെ എറണാകുളത്ത് ജോലിക്ക് പോയി 5 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിച്ച് പറഞ്ഞു, സ്വതന്ത്രം, ആങ്ങളെക്കാട്ടി വലിയതാ ദൈവം എന്ന് പറഞ്ഞു. ആങ്ങളെക്കാട്ടി വലിയതാ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? സ്വതന്ത്രം. പാസ്റ്ററെ, എൻ്റെ മോന് USA ജോലി കിട്ടി. ഇന്ത്യയിലെ ശമ്പളം ഇന്ത്യൻ രൂപയിലും കിട്ടും, അവിടുത്തെ ശമ്പളം ഡോളർ ബേസിലും കിട്ടും.
ഭാര്യയെ വെല്ലം കൊണ്ട് താമസിപ്പിക്കാം, പോകാം. ഇപ്പം പുള്ളി പോയി അവിടുത്തെ സിറ്റിസണായി. ഞാൻ ചോദിച്ചു, കഴിഞ്ഞിടെ ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, ആങ്ങളെയാണോ വലുത് ദൈവമാണോ വലുത്? പുള്ളി പറഞ്ഞു, ആങ്ങളെ ഒന്നുമില്ല, ദൈവം തന്നെയാ വലുത്. ഞാനൊരു ദൂത് നിന്നോട് പറയാം, ഓർക്കണ്ട പലരും മറന്നെങ്കിൽ നീ പേടിക്കരുത്. നിന്റെ നിലവിളി കേൾക്കുമ്പോൾ യേശുവിന്റെ നാമത്തില് ഇനി ദൂത് അവസാനിക്കുന്നവ ചിലരോടൊക്കെ ആത്മാവ് പറയുക, നിന്നെ ദൈവം ഓർക്കുന്ന ദിവസമാ, ദൈവം ഓർത്തു നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുക്കാം, 8-ാം അധ്യായം ഒന്ന് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന് കിളിവാതിലുകളും അടഞ്ഞു, ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. മതി. ദൈവം നോഹയെയും അവനോടുകൂടെയുള്ള പെട്ടകത്തിലുള്ള സകല ജീവികളെ ഓർത്തു. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ, ദൈവം ഓർക്കത്തക്ക എന്തെങ്കിലും കാര്യം ദൈവത്തിന് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. അത് ബ്രദറെ ഞാൻ സ്വോത്രാഴ്ച ഇട്ടിട്ടുണ്ട്, സ്വോത്രാഴ്ച ഇട്ടെന്ന് വിചാരിച്ച ഓർക്കത്തില്ല. എഴുന്നേറ്റ് പോകരുത്, ദൂതി വരാൻ പോവുക. 70-80 വർഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു. മാറി മാറി വീടുകൾ മാറി മാറി താമസിച്ചു, വാഹനങ്ങൾ മാറി മാറി വാങ്ങിച്ചു. സ്വതന്ത്രം. ചോദ്യം, നിന്റെ ഈ 80 വയസ്സിനിടയ്ക്ക് ദൈവം ഓർക്കത്തക്ക ഒരു കാര്യമേലും നീ ചെയ്തു? എന്നോട് പറയുമൊന്നും വേണ്ട, അവരവരുടെ മനസ്സാക്ഷിയുടെ കോടതി പറഞ്ഞു. അവസരങ്ങൾ പലതു തന്നിട്ടും ദൈവം ഓർക്കത്തക്കവണ്ണം ചെയ്യാൻ കഴിയാത്തവർക്ക് കഷ്ടം. ദൈവം നിന്നെ ഓർക്കത്തക്കവണ്ണം ചിലത് ചെയ്യണം. ഈ നോഹയുടെ ഒരു പ്രത്യേകത പറയാ, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെന്ന. നോഹയ്ക്ക് എന്തോ ലഭിച്ചെന്ന? ദൈവത്തിന്റെ കൃപ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഒന്നും ലഭിച്ചില്ലേലും കൃപ ലഭിക്കണം. ഒരു ദിവസം നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. നീ എന്തുവാ? ഒരു പെട്ടകം. എന്തു മരം കൊണ്ട് ഉണ്ടാക്കണം? എന്തോ? തേക്ക് കൊണ്ടോ? ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ചോദ്യം, പെട്ടകത്തിന്റെ സ്കെച്ചും പ്ലാനും എല്ലാം ദൈവം തന്നെ കൊടുത്തു. നീളം ഇത്രാണ്, വീതി ഇത്രാണ്, പൊക്കം ഇത്രാണ്. അന്ന് വരെ ഭൂമിയിൽ മഞ്ഞ് ഭൂമിയിൽ നിന്ന് പൊങ്ങി മഞ്ഞ് ഭൂമിയെ നനയ്ക്കും. പക്ഷെ ദൈവം പറയുക, ഇനി മുതൽ സിസ്റ്റം ചേഞ്ച് ആവുക, ഭൂമിയിൽ മഴ പെയ്യാൻ പോവുക. ശ്രദ്ധിക്കണം. നാട്ടുകാരെല്ലാം താപ്പോട്ട് നോക്കി നടക്കുമ്പം ഈ വല്യപ്പൻ മേപ്പോട്ട് നോക്കി നടക്കുക. ആൾക്കാർ ചോദിച്ചു, അപ്പച്ചാ എന്നെ മേപ്പോട്ട് നോക്കുന്നേ? മഴ. ആൾക്കാർ കേൾക്കുന്നൊരു പൊട്ടിച്ചിരിക്കുക. ഞാൻ സന്ദേശം പറയാം, താപ്പോട്ട് നോക്കി നടക്കുന്നവനൊക്കെ ഒന്ന് മേപ്പോട്ട് നോക്കി നടക്കാൻ പഠിച്ചാൽ മേളിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും വരും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. നോഹ മരം വെട്ടുകാരൻ്റെ അടുക്ക ചെന്നേച്ച് പറഞ്ഞു, കുറച്ച് ഗോഫർ മരം വെട്ടണം. അപ്പൊ വെട്ടുകാരൻ പറഞ്ഞു, വെട്ടാൻ ഭയങ്കര പാടാ, അതുകൊണ്ട് ഇരട്ടി കൂലി വേണം. അപ്പൊ നോഹ പറഞ്ഞു, 3 ഇരട്ടി കൂലി തരാം. അവന് സന്തോഷമായി. അവൻ വെട്ടുമ്പോ നോഹ അടുത്ത് എന്ന് വെച്ച് പറഞ്ഞു, മഴ പെയ്യാൻ പോവുക, പെട്ടകം പണിയാൻ പോവുക, മരം വെട്ടുന്നേ കൊള്ളാം, പെട്ടകത്തിൽ കാണണം. പുള്ളി ചിരിച്ചു. നോഹ മനസ്സിൽ പറഞ്ഞു, ചിരി എപ്പോഴും കാണണം. അത് കഴിഞ്ഞ് പെട്ടകം ആശാരി പണിയുക. ആശാരി ചിന്തയിലിടുമ്പോ ആശാരി എടുക്കട്ടെന്ന് പറഞ്ഞു, പെട്ടകം പണിയുന്നേ കൊള്ളാം, പെട്ടകത്തിൽ വേണം.
ആശാര്യൻ ചിരിച്ചു. നോഹ ഉള്ളി ചിരിച്ചു പറഞ്ഞു, ഇപ്പൊ ചിരിക്കുന്ന കൊള്ളാം, ചിരി എന്നും വേണം. നോഹയുടെ ഒരു പ്രത്യേകത, നാട്ടുകാർ രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും നോഹയുടെ പിള്ളേര് വെട്ടത്തിലുണ്ടായിരുന്നു. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഇപ്പൊ ചില ഉപദേശിമാര് നാട്ടിലുള്ള എല്ലാരെയും രക്ഷിക്കും, സ്വന്തം പിള്ളേരെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ എവിടെ യോഗം വെച്ചേക്ക്. കർത്താവിന്റെ ശ്രദ്ധിക്കണം. നോഹ പ്രസംഗിച്ചപ്പോ നാട്ടുകാർ രക്ഷിക്കപ്പെട്ടില്ല, നോഹയുടെ പിള്ളേരെല്ലാം പെട്ടാത്തി കയറി. നിങ്ങൾക്കറിയാവോ, ദൈവം നോഹയോട് പറഞ്ഞു, ഭൂമിയിലുള്ള ഇഴജാതികളും ജീവനുള്ളതല്ല ഈ രണ്ട് കാരണം. കാട്ടിലെ ആന തൊട്ട് വീട്ടിലെ ചോനര് വരെ ലൈനായിട്ട് വന്നു കയറി. കൃപ ലഭിച്ച നോഹ പറയുന്ന ഒരു കാര്യമുണ്ട്. ആനയോട് പറയും, ഈ കാട്ടിൽ ആനയായിരിക്കും, പെട്ടകത്ത് കാട്ടിലെ സ്വഭാവം കാണിക്കരുത്. കുറുക്കനോട് പറയും, കോഴി അകത്തുണ്ട്, നീ കാട്ടിലെ പരിപാടി ഇവിടെ കാണിക്കരുത്. അവൻ എല്ലാ കുറുക്കന്മാരോടും പറയാ ശാന്തമായിട്ടിരുന്നോ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ അപ്പച്ചൻ പെട്ടകം പണിയുക. ഞാൻ ഈ കോഴഞ്ചേരിക്കാരനാ. ഞങ്ങളവിടെ ആറുമുള വള്ളംകളിയുണ്ട്. ഇക്കരെ ചുണ്ടൻ അക്കരെ ചുണ്ടൻ, അങ്ങനെ കുറെ ചുണ്ടന്മാരുണ്ട്. എന്റെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് ആ കോഴഞ്ചേരി പമ്പയാറ്റിലായി ഈ ജലോത്സവം നടക്കുന്നത്. അപ്പൊ കോഴഞ്ചേരിക്കാരുടെ വള്ളം പണിയുക. 100 ആശാരിമാരാ പണിത് 10,000 പേരാ വള്ളം ആറ്റിലോട്ട് തെള്ളി ഇറക്കിയേ. ഈ വല്യപ്പനോട് ചോദിക്കാം, ഇത്രയും വലിയ പെട്ടകം ഈ മഴയുടെ മുകളിൽ വെച്ച് എന്തിനാ പണിയുന്നേ? അമ്മി വല്ല നദിയുടെ കരയിലും കൊണ്ടുവച്ച് പണിയ. അപ്പച്ചൻ പറയും, ഇത് സിസ്റ്റം വേറെയാ, ഇത് അങ്ങോട്ട് തള്ളി ഇറക്കണ്ട, വെള്ളം ഇങ്ങോട്ട് തേടി വന്നോളൂ. വിശ്വാസം കൊണ്ട് ഒരു ദൂത് പറയാം, നീ ഒന്നും തേടി അങ്ങോട്ട് പോകണ്ട, എല്ലാം നിന്നെ തേടി ഇങ്ങോട്ട് വരും. വിശ്വാസം കൊണ്ട് ഒരു സ്തോത്രം ചെയ്യ. ഈ ദിവസങ്ങളിൽ നിന്നെ തേടി ചിലത് ഇങ്ങോട്ട് വരട്ടെ. ഇനി പ്രധാന കാര്യം ഉൾപ്പെടെ പറഞ്ഞു നിർത്താം, എന്നെ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നോഹയുടെ പെട്ടകം അങ്ങോട്ട് വെള്ളം പെട്ടകം കൊണ്ടുവന്ന് ഈ വെള്ളത്തിലാക്കുവല്ലായിരുന്നു. വെള്ളം ഇങ്ങോട്ട് വന്ന് പെട്ടകത്തെ പൊക്കുവായിരുന്നു. മഴ തുടങ്ങി. മഴയെന്ന് പറഞ്ഞാൽ ഇവിടെ 2 ദിവസം മഴ വന്നപ്പോഴേ എന്തോ പാടാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന വഴിക്ക് റോഡിൽ വണ്ടി നിർത്തിയിട്ടേക്കുന്ന, മഴ കൊണ്ട് ഓടിക്കാൻ പറ്റുന്നില്ല. ഇത് നീണ്ട ദിവസങ്ങൾ രാത്രിയും പകലും എന്തുവാ, തോട് നിറഞ്ഞു, ആറ് നിറഞ്ഞു. ഇപ്പം നോക്കി, ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്നപ്പം ആലപ്പുഴ കടന്നവരെല്ലാം കൂടെ ചിങ്ങനത്ത് വന്ന് താമസം തുടങ്ങി. ഇപ്പൊ ചിങ്ങവനത്ത് വെള്ളം കയറിയപ്പോൾ ഇവരെല്ലാം കൂടെ മുണ്ടക്കയത്തോട്ട് പോയി താമസം. അപ്പൊ ഇനിയും വെള്ളം കയറിയ കുട്ടിക്കാനത്ത്, പിന്നെ കുട്ടിക്കാനത്തുനിന്ന് ഉരുള് പൊട്ടുമ്പോൾ എല്ലാവരും കൂടെ തിരിച്ച് കോട്ടയത്തോട്ട്. അതിനെന്നാ കാര്യം പറയാം, താഴ്ന്ന പ്രദേശത്ത് നിന്ന് തോട് നിറഞ്ഞു, ആറ് നിറഞ്ഞു, കുന്നു നിറഞ്ഞു, മല നിറഞ്ഞു. ഓടി ഓടി ചിലവന്മാർ മരത്തെ കയറി രക്ഷപ്പെടാൻ മരത്തിന്റെ മണ്ടക്കറി, അത് ഒടിഞ്ഞു കൂടോടെ മരം ഉൾപ്പെടെ വെള്ളത്തിൽ വീഴുക, മൊത്തം ചത്തു. പക്ഷെ അതിന്റെ മണ്ടയിൽ ഇതാ കൃപയുടെ പെട്ടക അലതല്ലി നടക്കുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, പെട്ടകത്തിന്റെ വാതിലടയാൻ സമയമായി, യേശു വരാൻ സമയമായി, സഭ എടുക്കപ്പെടാൻ സമയമായി. ഇത് നിന്റെ രക്ഷാ ദിവസമാണ്, ഇത് നിന്റെ സുപ്രസാദകാലമാണ്. ഇങ്ങനെ കുറെ ദിവസമായിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കുമ്പോൾ ബൈബിൾ എഴുതി, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ളവനെയും ദൈവം ഓർത്തു. ഞാനൊരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആരെല്ലാം മറന്നാലും നിന്നെ ഓർക്കുന്ന ദൈവം എഴുതിവിട്ട ദൈവം നിന്നെ ഓർത്തു എന്നുള്ളതിൻ്റെ ചില അടയാളം ഈ ദിവസങ്ങളിൽ നിന്റെ വീട്ടിലുണ്ടാകാൻ പോവുക. ദൈവം നിന്നെ ഓർത്തു എന്നുള്ളതിൻ്റെ അടയാളം. സങ്കീർത്തനത്തിൽ സുന്ദരനൊരു വാക്യമുണ്ട്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, യഹോവ നമ്മെ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോ ഗ്രഹത്തെ അനുഗ്രഹിക്കും. അടുത്ത കേട്ടോ, അവൻ യാക്കോബ ഭക്തന്മാരായ ചെറിയവരെയും, ഒരു ദൂത് പറയാം, തെരഞ്ഞു പിടിച്ച് അനുഗ്രഹിക്കുന്ന ദിവസം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. നിന്റെ വീട്ടുപേര് തപ്പി വന്ന്, നിന്റെ വീടിനകത്ത് വന്ന് തെരഞ്ഞു പിടിച്ച്. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, ഏതോ വീടുകൾക്കകത്ത് ഒരു ബ്ലെസ്സിങ് വരാൻ പോവുക. ഏതോ 1-2 മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ച, കർത്താവേ 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 കർത്താവേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, എന്നെ ഒന്ന്
നാട്ടുകാർ മറന്നോട്ട് പ്രശ്നമില്ല, ബന്ധുക്കൾ മറന്നോട്ട് പ്രശ്നമില്ല. അവൻ നിന്നെ ഓർക്കും. അവൻ നിന്നെ എന്നോട് ദൈവാത്മാവ് പറയാം, നിന്റെ അനുഗ്രഹത്തിന് എന്തോ ഒരു തടസ്സമുണ്ട്. ഇന്ന് ദൈവം നിന്നെ ഓർക്കുമ്പോൾ ആ തടസ്സം പൊട്ടും. ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ പോവുക. യേശുവിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ വീടിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വീട് ശൂന്യതകൾ മാറിപ്പോകുന്നു, പരാജയങ്ങൾ നിന്നെ അനുഗ്രഹിക്കാൻ സമയമായി. ഇത് ഗോഡ്സ് ടൈം, ദൈവത്തിന്റെ സമയം. കണ്ടോ യേശുവിന്റെ നാമത്തില് ആരാധിക്കുന്ന ചിലരോടാ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ യഹോവ നമ്മെ ഓർത്ത് അതിവേഗം ഓടുന്ന വചനം. ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കും. എന്തിനാ? നിന്നെ ഓർത്ത് അനുഗ്രഹിക്കാൻ പോവാ ദൈവം. സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള ദൈവമേ, യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിവേഗം ഓടുന്ന വചനമയച്ച് ഈ മക്കളെ വിടുവിക്കണമേ കർത്താവേ. അവരുടെ രോഗശക്തികൾ അഴിയട്ടെ, അവരുടെ രോഗബന്ധനങ്ങൾ പൊട്ടട്ടെ. സകല രോഗാത്മാവിനെയും അത്ഭുത സൗഖ്യം വ്യാപരിക്കും.